അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഖിലാഫത്തിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന്, പ്രധാനമായി ഒരു ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായിരിക്കണം. ഭരണം ഇല്ലാത്ത ഒരാളിന് ഖലീഫയാകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായ വിഷയമായി മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത് സത്യവുമായി വല്ല ബന്ധമുള്ളതാണോ എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം ആളുകൾ ഇത് മറച്ചു വെച്ചുകൊണ്ടാണോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, അതല്ല ഇതിനെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാകാനിട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹു ആയാലും അവർക്കും അള്ളാഹുവിനും മാത്രമേ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ധാരണയുള്ളൂ. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതിനെക്കുറിച്ച് എന്തു പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലോകം ഭരിക്കുന്ന പല രാജാക്കന്മാരുമുണ്ട്. ഇവരെ ആരെയും തന്നെ മുസ്ലിങ്ങൾ ഖലീഫ എന്നുള്ള പദം കൊണ്ട് അഭിസംബോധന ചെയ്യാറില്ല, അല്ലെങ്കിൽ അവർ ഖലീഫയാണ് എന്ന് അവരെ കുറിച്ച് പറയാറുമില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഭരണാധികാരികളല്ല ഖലീഫമാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് ഇത് വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഭരണാധികാരികളെ കുറിച്ച് അറബികൾ പറയുന്നത് അവരെ മലിക് എന്നോ അതല്ലെങ്കിൽ സുൽത്താൻ എന്നോ ഒക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഖലീഫ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് സൂറത്ത് നൂറിൽ 56-ാമത്തെ വചനം കൊണ്ട് അള്ളാഹു വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്രകാരമാണ്. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖലിഫന്നഹും ഫിൽ അർളി കമസ്തഖലിഫല്ലദീന മിൻ ഖബലിഹിം. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ഇല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവരോട് അവർക്ക് മുമ്പുണ്ടായിരുന്നവരെ ഖലീഫമാരാക്കിയതുപോലെ ഭൂമിയിൽ അവരെയും ഖലീഫമാരാക്കും എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. അപ്പോൾ ഇവിടെ അള്ളാഹു ഈ ഖിലാഫത്ത് നൽകുന്ന ഒരു ജനതയെ അള്ളാഹു പ്രത്യേകം എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായിരിക്കണം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഭരണാധികാരിയെ നൽകുന്നതിനെ കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്, മറിച്ച് സത്യവിശ്വാസികൾക്കും സൽക്കർമ്മകാരികളുമായവർക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ഖിലാഫത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ അവർ ഭരിക്കുന്ന പ്രദേശത്ത് പല വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾക്കും ആ രാജ്യത്ത് വസിക്കാം, അല്ലെങ്കിൽ മറ്റു പല നാടുകളിൽ നിന്നുള്ള ആളുകൾക്കും അവിടെ വരാം. പക്ഷെ ഇവിടെ ഖലീഫയുടെ കീഴിലുള്ള ആളുകൾ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഖലീഫ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പ്രതിനിധി എന്നാണ്. അപ്പൊ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയെ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് നൽകുമെന്നാണ്. സത്യവിശ്വാസികളും സൽക്കർമ്മകാരികൾക്കും നൽകപ്പെട്ട ഖലീഫമാരെ അമീറുൽ മുഅ്മിനീൻ എന്നും ഖിലാഫത്തുൽ മുസ്ലിമീൻ എന്നുമാണ് മുസ്ലിങ്ങൾ തന്നെ അവരെ അഭിസംബോധന ചെയ്തത്. മുഅ്മിനീങ്ങൾക്കുള്ള അമീറാണെന്നും അതേപോലെ മുസ്ലിങ്ങൾക്കുള്ള ഖലീഫയാണ് എന്നും ആണ് മുസ്ലിങ്ങൾ തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കുള്ളതല്ല, ഇസ്ലാമിനെ നയിക്കുന്നതിന് വേണ്ടി, സത്യവിശ്വാസികളെയും സൽക്കർമ്മകാരികളെയും നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഖലീഫ എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ സൂര്യപ്രകാശം പോലെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്, തകൂനു നുബുവത ഫീകും മാഷാ അല്ലാഹ്, നിങ്ങളിൽ അള്ളാഹു ഇച്ഛിക്കുന്ന കാലമത്രയും നിങ്ങളിൽ നുബുവത്ത് നിലനിൽക്കും, പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. അതിനുശേഷം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് നിങ്ങളിൽ ഉണ്ടാകും. അള്ളാഹ് ഇച്ഛിക്കുന്ന കാലമത്രയും നിങ്ങളിൽ നിലനിൽക്കും, പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. പിന്നെ സ്വേച്ഛാധിപത്യം ഉണ്ടാകും, അള്ളാഹ് ഇച്ഛിക്കുന്ന കാലമത്രയും നിങ്ങളിൽ നിലനിൽക്കും, പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. പിന്നെ ദുർഭരണാധികാരികളായ ഭരണകർത്താക്കൾ ഉണ്ടാകും.
അതും അള്ളാഹു ഇച്ഛിക്കുന്ന കാലം അത്രയും നിങ്ങളിൽ നിലനിൽക്കും, പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് സയകൂനു ഖിലാഫത്തൻ ലാ മിൻഹാജി നുബുവ, പിന്നീട് അവസാനം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് വീണ്ടും ഉണ്ടാകും. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ സക്കത്ത, റസൂലുള്ളാഹി പിന്നെ മൗനം അവലംബിച്ചു. അപ്പോൾ ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖിലാഫത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അതിനുണ്ടാകുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ചും റസൂലുള്ളാഹി ഒരു ചിത്രം നമുക്ക് വരച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നുബുവത്ത് നിലനിൽക്കും, അള്ളാഹ് ഇച്ഛിക്കുന്ന കാലം അത്രയും നിലനിൽക്കും, പിന്നെ അള്ളാഹു അതിനെ എടുത്തു കളയും. നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാവും. അതാണ് നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പോലുള്ള ഖലീഫമാർ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഇവിടെ ഉണ്ടായി. ഇതിന് ശേഷം സ്വച്ഛാധിപത്യം ഉണ്ടായി. അതിനുശേഷം ദുർഭരണ അക്രമകാരികളായ ഭരണകർത്താക്കൾ വന്നു. അതിനുശേഷം വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് വീണ്ടും ഇവിടെ സ്ഥാപിതമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്. അപ്പൊ ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നുബുവത്ത് നിലനിൽക്കും, എന്നിട്ട് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും. പിന്നെ സ്വച്ഛാധിപത്യവും ദുർഭരണാധികാരികളും ഒക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാകും. അപ്പൊ നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാകണമെങ്കിൽ അവിടെ നുബുവത്ത് ഉണ്ടാകും. അതിനുശേഷം ആ നുബുവത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഖിലാഫത്ത് ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊരിക്കൽ പറഞ്ഞ ഒരു കാര്യം, ഒരു നുബുവത്തും കഴിഞ്ഞു പോയിട്ടില്ല, അതിനെ തുടർന്ന് ഖിലാഫത്ത് ഉണ്ടാകാതെ എന്ന്. അപ്പോൾ എല്ലാ നുബുവത്തിനെ തുടർന്നും ഖിലാഫത്ത്, നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകാറുണ്ട്. ഇവിടെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് ശേഷം ആ നുബുവത്തിനെ തുടർന്നുകൊണ്ടുള്ള ഖിലാഫത്ത് ഉണ്ടായി. ഇതിനുശേഷം അവസാന കാലഘട്ടത്തിലും ഇതേപോലെ നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മളെ ഓർമ്മപ്പെടുത്തുകയും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹിയുടെ നുബുവത്തുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നുബുവത്ത് ഉണ്ടാകേണ്ടത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ മുഖേന കൂടിയാലോചനകൾ കൊണ്ടുമല്ല, മറിച്ച് സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളെയും പ്രവാചകന്മാർ സൃഷ്ടിച്ച് വെച്ചതിന് ശേഷം ആ നിലവിലുള്ള സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും അവർ റളിയല്ലാഹു അൻഹും അർളു അൻഹും ആയതുകൊണ്ട് അള്ളാഹു അവരുടെ മേൽ തൃപ്തിപ്പെട്ടവരും അള്ളാഹുവിന്റെ മേൽ അവരും ആയതുകൊണ്ട് അവര് അള്ളാഹുവിന്റെ പ്രവൃത്തി അവരിലൂടെ നടപ്പാക്കുന്നു. ഇതിനുശേഷം ഈ ഖിലാഫത്തിനെ അള്ളാഹുവാണ് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ലോകത്ത് ഒരു മനുഷ്യനും അറിയാൻ സാധിക്കാത്ത അറിവുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ മുമ്പോട്ട് നയിക്കുന്നതും ഈ നുബുവത്തിനെ നയിച്ചതുപോലെ തന്നെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ നയിക്കുന്നതും അള്ളാഹു തന്നെയാണ്. എന്താണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന് ഞാൻ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നതായിരിക്കും. ഈ ഖിലാഫത്ത് എന്താണ് എന്ന്, അതായത് നുബുവത്തിന്റെ മാർഗത്തിലുള്ള, ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ഇന്നി ജാഹിലും ഫിൽ അർളി ഖലീഫ എന്ന് ആദം നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെയോ ഹാറൂൻ നബിയെയും കുറിച്ച് ഖലീഫ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് വാഗ്ദാനം ചെയ്ത അള്ളാഹു നൽകുമെന്ന് പറഞ്ഞ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഈ നുബുവത്തിനെ കുറിച്ചുള്ള ഖിലാഫത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പുതുക്കി പണിയുമ്പോൾ ഒരു ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. റബ്ബന വബ്ഹസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഹല്ലിഹുമുൽ കിതാബ വൽ ഹിക്മ. അതായത് അല്ലാഹുവേ, നീ പ്രവാചകനെ എഴുന്നേൽപ്പിക്കണം, ആ പ്രവാചകൻ അവന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും
അവർക്ക് അതിന്റെ ഹിക്മത്തുകൾ, അതിന്റെ തത്വശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതായി വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നമ്മൾ കാണും. ആയത്തുകൾ വിവരിച്ചു കൊടുക്കുക, ആയത്തുകൾ വിവരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വരുന്ന പ്രവാചകൻ ഒരു വസ്തുവിനെ കുറിച്ച് തിരിച്ചറിയുന്നതിനുള്ള തെളിവുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതായത് അതിന് തെളിവുകൾ നൽകുക. ഇതാണ് ആയത്തുകൾ വിവരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാർ വരുമ്പോൾ പല കാര്യത്തെക്കുറിച്ചുള്ള അറിവുകളാണ് ലോകത്തിന് നൽകുന്നത്. ഈ അറിവുകളെല്ലാം തന്നെ അവർക്ക് വിശ്വാസയോഗ്യമാകുന്ന രീതിയിൽ എല്ലാ നിലയിലുള്ള തെളിവുകളും സമർത്ഥിച്ചുകൊണ്ട് വേണം അവരുടെ യുക്തിയും ബുദ്ധിയും അംഗീകരിക്കുന്ന നിലയിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രാമാണികമായ തെളിവുകൾ കൊണ്ട്, ചരിത്രപരമായ തെളിവുകൾ കൊണ്ട് എല്ലാ നിലയിലും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ സാധിക്കാത്ത നിലയിൽ ആ തെളിവുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അത് മലക്കുകളെ കുറിച്ചായാലും പ്രവാചകന്മാരെ കുറിച്ചായാലും അള്ളാഹുവിനെ കുറിച്ചായാലും മറ്റ് ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം യുക്തിഭദ്രമായ തെളിവുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്, വിവരിച്ചു കൊടുക്കേണ്ടത് പ്രവാചകന്മാരുടെ കടമയാണ്. രണ്ടാമതായി അതിന്റെ ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കുക, അതായത് അതിന്റെ ധർമ്മശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കാണരുത്, എന്ത് കേൾക്കരുത്, എന്ത് ചിന്തിക്കരുത്, എന്ത് കഴിക്കരുത്, എന്ത് എവിടെ പോകരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ പ്രവാചകന്മാർ വിവരിച്ചു തരണം. അപ്പോൾ ഒന്നാമത് അവർ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരിക, പിന്നീട് അവരെ ശരീഅത്ത് പഠിപ്പിക്കുക, അതിനുശേഷം അവരെ കർമ്മം ചെയ്യുന്നവരാക്കി മാറ്റുക. മറ്റൊരു രീതിയിലൂടെ നാം പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ വഹിയിലൂടെ, ഇൽഹാമിലൂടെ ഉണ്ടാകുന്ന ആ വചനങ്ങൾ അവരെ കേൾപ്പിക്കുക. ഒന്നാമത്തെ കടമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് അതിന്റെ ശരീഅത്ത് അഥവാ ധർമ്മശാസ്ത്രവും അതിന്റെ തത്വശാസ്ത്രങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നീട് അവരെ അങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ച് ഇതിന്റെ യുക്തിയും കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ശുദ്ധീകരിച്ചെടുക്കുക. ചുരുക്കി പറഞ്ഞൊരു ഒരു ഉദാഹരണത്തിലൂടെ നാം പറയുകയാണെങ്കിൽ അവരെ നമസ്കരിക്കണം എന്ന് പറയുക, പിന്നീട് നമസ്കരിക്കാൻ പഠിപ്പിച്ച് അവരെ നമസ്കരിക്കുന്നവരാക്കുക. അതിനുശേഷം അതിന്റെ യുക്തി എന്താണ്, നമസ്കാരത്തിന്റെ യുക്തി എന്താണ് എന്ന് അവർക്ക് വിവരിച്ച് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്നതുപോലെ പ്രവാചകന്മാർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് പോലെ ഖലീഫമാരും പ്രവാചകന്മാർ തുടങ്ങി വെച്ച അല്ലെങ്കിൽ നിർത്തിയ ആ സ്ഥലത്ത് നിന്ന് അത് തന്നെ വീണ്ടും മുമ്പോട്ട് നയിക്കുന്നവരെയാണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖലീഫമാർ എന്ന് പറയുക. അവരുടെ പ്രവൃത്തി പ്രധാനമായും രാജ്യം ഭരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഇസ്ലാമിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക, ഇത് തന്നെയാണ് ഖലീഫയുടെയും നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖലീഫമാരുടെയും സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നുബുവത്ത് തന്നെയാണ് ഇവിടെ തുടർന്നു വരുന്നത്. ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊണ്ടുവന്ന ആ പ്രചരണം, തബ്ലീഗ് പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ തനതായ നിലയിൽ നാലാം ഖിലാഫത്ത് വരെയും അതുപോലെ തന്നെ നിലനിന്നു എന്നാണ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഉള്ള വാഗ്ദാനം നബിമാരെ അയക്കുമെന്നും സത്യവിശ്വാസികൾക്ക് അതിനുശേഷം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് നൽകും എന്നുമുള്ള വാഗ്ദാനം മാത്രമാണ് ഖുർആനിലും ഹദീസിലും ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇതാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അള്ളാഹു ആരാണോ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും എന്ന് അറിയാവുന്നവർ അള്ളാഹുവാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു തന്നെ നൽകുന്ന ഒരു പാരിതോഷികമാണ്, ഒരു സമ്മാനമാണ് ഖിലാഫത്ത് എന്നുള്ളത്. സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും ആരാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു അടയാളം കൂടിയാണ് അവരിൽ ഖിലാഫത്ത് ഉണ്ടാകും എന്നുള്ളത്.
അള്ളാഹ് സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും ആരാണ് എന്ന് അള്ളാഹ് വ്യക്തമാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ വേറെയും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രസക്തി ഉണ്ടാവുക? അപ്പോൾ ഇവിടെ ഖലീഫ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയല്ല. പക്ഷെ ഒരു ഖലീഫയ്ക്ക് ഭരണം ലഭിച്ചാൽ അദ്ദേഹത്തിന് അത് ഭരിക്കുന്നത് കൊണ്ടോ അവിടെ അതാത് സ്ഥലങ്ങളിൽ ഗവർണർമാരെ നിശ്ചയിക്കുന്നത് കൊണ്ടോ ഇസ്ലാം അത് വിലക്കുന്നുമില്ല. ഉദാഹരണമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കൂഫയിലും സിറിയയിലും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഇസ്ലാമിലേക്ക് അധീനപ്പെട്ടപ്പോൾ അവിടെയെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവർണർമാരെ നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെയെല്ലാം ഭരിച്ച ആളുകളെയും ആരും ഖലീഫമാർ എന്ന് പറയാറില്ല. അപ്പോൾ ഭരണം ലഭിച്ചാൽ ഭരിക്കുക എന്നതും ഖലീഫയുടെ ചുമതല കർത്തവ്യത്തിലുള്ളതാണ്. എന്നാൽ അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് അള്ളാഹു ഖിലാഫത്ത് നൽകുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ ഒരു ഖിലാഫത്ത് നിലനിൽക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലാണ്. ആരെല്ലാം എതിർത്താലും വിമർശനങ്ങൾ പറഞ്ഞാലും അള്ളാഹ് പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 220ഓളം രാജ്യങ്ങൾ ഒരു ഖിലാഫത്തിന്റെ കീഴിൽ അണിനിരന്ന് ജീവിക്കുന്നത്. അപ്പോൾ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളും ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്നും, അതുകൊണ്ട് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ മുട്ടുകാലിൽ എഴഞ്ഞു ചെന്നാണെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം, എന്റെ സലാം എത്തിക്കണം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് ഇവിടെ അവതരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ഇന്ന് ലോകത്ത് വെന്നിക്കൊടി പറത്തിക്കൊണ്ട് 220ഓളം രാജ്യങ്ങളിൽ കോടിക്കണക്കായ ആളുകൾ അതിലംഗങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയുവാനും സന്മാർഗം സിദ്ധിക്കാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.